നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 1.35%, S&P 500 2.64%, നാസ്ഡാക്ക് 4.18% മൈനസിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ നിന്ന് വന്ന തൊഴിൽ കണക്കുകൾ വളരെ അധികം പോസിറ്റീവായിരുന്നു. എന്നാൽ വീണ്ടും യുദ്ധം എസ്കലേറ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയും ഇറാൻ അത് പ്രതിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു സമവായമാകാത്തതും പല കാരണങ്ങൾ കൊണ്ട് അത് വീണ്ടും നീണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്തരം അൺസർട്ടനിറ്റിയാണ് അമേരിക്കൻ മാർക്കറ്റിനെ ശരിക്കും പിടിച്ചുലച്ചത്. അമേരിക്കൻ മാർക്കറ്റ് ഏതാണ്ട് ഓൾ ടൈം ഹൈ ലെവലാണ്. അപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റ് അതിനോട് സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് വന്നത്. അതുപോലെ ബ്രൈറ്റ്കോമിന്റെ റിസൾട്ടും ഗൈഡൻസും വീണ്ടും AI ബബിളിനെ പറ്റി ഒരു ആശങ്ക ഉയർത്തുന്നത് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായി. ഏതാണ് നാസ്ഡാക്ക് 4.75%ഓളം നെഗറ്റീവിലേക്ക് ക്ലോസ് ചെയ്യാൻ ഇടയാക്കിയ കാരണം. കാരണം AI രംഗത്തേക്ക് കൂടുതൽ എല്ലാവരും പണം നിക്ഷേപിക്കുകയും അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടത്തില്ല എന്നുള്ള ഒരു കാൽക്കുലേഷനുമാണ് ഇതിന് പ്രധാനമായിട്ട് ഇപ്പോൾ കാരണമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. US മാർക്കറ്റിനെ സംബന്ധിച്ച് വന്ന ഡേറ്റകളെല്ലാം പോസിറ്റീവാണ്. അതുകൂടാതെ തന്നെ തൊഴിൽ കണക്കുകൾ വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇനി വരുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഒരുപക്ഷെ ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയും മാർക്കറ്റിനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് നയിച്ചത്. ഇനി ഈ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയുടെ RBIയുടെ പണനയവുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു വെള്ളിയാഴ്ച. ജൂണിലെ പണപ്പെരുപ്പം റിസർവ് ബാങ്ക് ഉയർത്തുകയും വളർച്ചാ പ്രവചനങ്ങളൊക്കെ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നു. ഇതാണ് വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച ഒരു അൺസർട്ടനിറ്റിക്ക് പ്രധാനപ്പെട്ട കാരണം. ഇത് ഓൾറെഡി പ്രതീക്ഷ തന്നെയാണ്. കാരണം ഈ വർദ്ധിച്ചു വരുന്ന ക്രൂഡ് ഓയിലിന്റെ വിലവർദ്ധനവും പണപ്പെരുപ്പവും കാരണം റിസർവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. അതുപോലെ തന്നെ കറൻസി വീക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ പലതരത്തിലുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് ടാക്സ് എക്സംഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ കൂടുതൽ പണം ആകർഷിക്കാനുള്ള നടപടികൾ RBIന്റെ പല പരിധി ഉയർത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ്. കൂടുതലും ഫോറിൻ റിസർവ് ഇന്ത്യയിലേക്ക് വരാനത് കാരണമാകുന്നുണ്ട്. ഗ്ലോബലി മൊത്തം എടുക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഉയർന്ന ലെവലിൽ തന്നെ നിൽക്കുന്നതും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പക്ഷേ ഈ ക്രൂഡ് ഓയിലിന്റെ അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിനെ വീണ്ടും പുറകോട്ട് നയിക്കുന്നത്. ഇനി ഇന്നിപ്പോ ഏഷ്യൻ വിപണികളെല്ലാം നെഗറ്റീവിലാണ്. നിക്കി ഏതാണ്ട് 3.6%, മിക്ക വിപണികളും ഏതാണ്ട് കൊറിയയുടെ കോസ്പിന്റെ 8% ഒക്കെ മൈനസിലാണ് നിൽക്കുന്നത്. GNX നിഫ്റ്റി 150ഓളം പോയിന്റ് മൈനസിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നിപ്പോ ഒരു 50ഓളം പോയിന്റ് ചെറിയൊരു റിക്കവറി കാണിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ശരിക്കും കൂടുതലും നെഗറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ ഉള്ളത്. ഇനി പോസിറ്റീവായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്തിരിക്കുന്ന എക്സംഷനും GDPയുടെ ഗ്രോത്ത് പ്രതീക്ഷയും ഒക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ മാർക്കറ്റ് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നോക്കിയിരുന്നിട്ട് വേണം പൊസിഷൻ എടുക്കാൻ. ചെറിയ ട്രേഡേഴ്സ് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോഴും നല്ലത്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ റിസൾട്ട് സെഷൻ ഓൾറെഡി കഴിഞ്ഞു. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.